അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? റാഹത്തല്ലേ? അപ്പോൾ നമ്മളെ റമളാൻ എപ്പിസോഡ് 2ആണ്. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇന്ന് നമ്മളങ്ങോട്ട് തുടങ്ങിയാണ് അംഗം വിട്ട്. എങ്ങനെ ഈ റമളാനിനെ നല്ല രൂപത്തിൽ നമുക്ക് കൊണ്ട് നടക്കാൻ കഴിയും, എങ്ങനെ ഈ റമളാനിനെ നമുക്ക് നല്ല രൂപത്തിൽ ട്രീറ്റ് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. ഇത് അവസാനിക്കുന്നത് എവിടെയെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല, ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ, ഇന്നലെ എന്തായിരുന്നു പറഞ്ഞത്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. ഇന്നലെ എന്തായിരുന്നു നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഓർമ്മയുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഉസ്താദ് ചോദിക്കലുണ്ട്. ഇപ്പോൾ സ്കൂളിൽ പോയിരുന്ന സമയത്താണെങ്കിലും കോളേജിലൊക്കെ പോയിരുന്ന സമയത്താണെങ്കിലും ടീച്ചർമാർ, സാറുമാർ, ഉസ്താദന്മാരൊക്കെ ചോദിക്കും, മനസ്സിലായോ എന്ന് ചോദിക്കും. നമ്മളെല്ലാവരും തലയാട്ടും, മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് തലയാട്ടും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അതങ്ങോട്ട് മറന്നു പോകും. പിന്നെ അതിനെ പറ്റിയിട്ട് ഒരറിവില്ല. ക്ലാസ് കേൾക്കുമ്പോൾ, മോട്ടിവേഷൻ കേൾക്കുന്ന സമയത്ത് നല്ല ഉഷാറായിരിക്കും നമുക്ക്. ഓരോ കാര്യങ്ങളും അത് ചെയ്യണം. ഇപ്പോൾ ഉസ്താദ് സ്വലാത്തിനെ പറ്റി പറയുന്ന സമയത്ത് 100 സ്വലാത്ത്, ഇന്നു മുതൽ ഞാൻ 100 സ്വലാത്ത് ചൊല്ലിയിരിക്കും മോനെ. ഇസ്തിഗ്ഫാറിനെ പറ്റി പറയുന്ന സമയത്ത് ഇന്ന് മുതൽ ഞാൻ 100 ഇസ്തിഗ്ഫാർ ചൊല്ലിയിരിക്കും എന്നൊക്കെ ഉറപ്പിച്ചിട്ടായിരിക്കും പോണത്. ആ പള്ളിയുടെ വാതിൽപ്പടി കഴിഞ്ഞാൽ പിന്നെ അത് മറന്നു. സ്കൂൾ വിട്ടാൽ പിന്നെ ടീച്ചർ പറഞ്ഞത് മറന്നു. മദ്രസ വിട്ടാൽ ഉസ്താദ് പറഞ്ഞതും മറന്നു. അപ്പം ശരിക്കും നമ്മുടെ മനസ്സിലായിട്ടുണ്ടോ? ഇല്ല, നമ്മൾ മനസ്സിലായിട്ടില്ല. പിന്നെ എവിടെ ആയിട്ടില്ല? തലയിലായിട്ടുണ്ട്. അപ്പം തലയിലായത് മനസ്സിലേക്ക് ഇറക്കണം, ഉള്ളിലേക്ക് ഇറക്കണം. അതിനെ മുറുക്കി പിടിക്കണം ജീവിതത്തിൽ. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ മോട്ടിവേഷൻ കേട്ടാലും, വഅ്ള് കേട്ടാലും, ഖുർആൻ ക്ലാസ് കേട്ടാലും, ഏത് ക്ലാസ് കേട്ടാലും തലയിലാക്കിയിട്ടിരുന്നാൽ വിജയിക്കാൻ കഴിയില്ല. മറിച്ച് അതിനെ മനസ്സിലേക്ക് ഇറക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ. അപ്പം ആദ്യമായിട്ട് എനിക്ക് തരാനുള്ള ഒരു ഡിസ്ക്ലൈമർ, എനിക്ക് വെക്കാനുള്ള ഒരു നിർദ്ദേശം, നിങ്ങൾ എടുക്കേണ്ട ഒരു ഇൻറ്റൻഷൻ, ഈ ക്ലാസ്സിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ, ഈ ക്ലാസ്സിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അത് മനസ്സിലേക്ക് ഇറക്കി നമ്മുടെ ജീവിതത്തിൽ ഇൻഷാ അല്ലാ അത് കൊണ്ടുവരും എന്നുറപ്പിച്ചിട്ട് വേണം നിങ്ങളിരിക്കാൻ. അതുപോലെ എനിക്ക് മുമ്പിലിരിക്കുന്ന, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന, കേൾക്കുന്ന, എൻ്റെ ക്ലാസ് കേൾക്കുന്ന ഓരോ ആളുകളും പല മേഖലയിലുള്ളവരായിരിക്കാം, ഒരുപാട് അറിവുകളുള്ളവരായിരിക്കാം. പക്ഷേ കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരു പുതിയ അറിവ് പോലെ, ഒരു കുട്ടി ഇരുന്ന് കേൾക്കുന്നത് പോലെ, മനസ്സിൽ നമ്മൾ എന്തെല്ലാം ആയിട്ടാണോ ഉള്ളത് ആ ആയതെല്ലാം മാറ്റി വെച്ച് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കേൾക്കുമ്പോഴേ നമുക്കിവിടെ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ ഉപകാരപ്പെടുകയുള്ളൂ. ഇതാദ്യമായിട്ട് പറയാനുള്ളതാണ്, ഇൻഷാ അല്ലാ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് നീ പറയേണ്ടത്? അതെ, റമളാൻ എങ്ങനെ നമുക്ക് വളരെ നന്നായിട്ട് വരവേൽക്കാം എന്നുള്ളത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ശഅബാൻ മാസം കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം ശുദ്ധിയാക്കുകയും നീയത്ത് നന്നാക്കുകയും വേണം. എങ്ങനെ? ഹൃദയം ശുദ്ധിയാക്കുകയും മനസ്സിനെ ക്ലിയർ ആക്കുകയും അതുപോലെ തന്നെ നീയത്ത് നന്നാക്കുകയും വേണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ബാക്കിയെല്ലാം ശുദ്ധിയാക്കും. വീട് ശുദ്ധിയാക്കും, പള്ളി ശുദ്ധിയാക്കും, അലമാരകൾ ശുദ്ധിയാക്കും, വീട്ടിലെ മുറികൾ തുടച്ച് വൃത്തിയാക്കും, ഇങ്ങനെയെല്ലാം ചെയ്യും. പക്ഷേ മനസ്സ് അതവിടെ തന്നെ അങ്ങനെ വെക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ മനസ്സിൽ എത്ര കറുത്ത പുള്ളികൾ വീണ് അതിങ്ങനെ കരിക്കട്ട പോലെ ഇരിക്കും. എങ്ങനെ കറുത്ത് പുള്ളി വീണ്? നമ്മൾ ഓരോ തെറ്റുകൾ ചെയ്ത്, ഒരു ചെറിയ തെറ്റ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കറുത്ത പുള്ളി വീണു. ഒരു ചെറിയ തെറ്റ് ചെയ്താലോ വലിയ കറുത്ത പുള്ളി വീഴും. മനസ്സിലായില്ലേ? ഇതേപോലെ ഒരു ദിവസം തന്നെ എത്ര ആളുകളെ പറ്റിയിട്ട് നമ്മൾ കുറ്റം പറയുന്നുണ്ട്. ഗീബത്ത് എന്ന് പറയുന്നത് വലിയ തെറ്റല്ലേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയതായിട്ട് വിമർശിച്ച ഒരു കാര്യമാണ് ഗീബത്ത്. പരിശുദ്ധ ഖുർആൻ വളരെ നിഷിദ്ധമായിട്ട് വിമർശിച്ചൊരു കാര്യമല്ലേ? ഒരു സഹോദരൻ്റെ പച്ചിറച്ചി
തിന്നുന്നതിന് തുല്യമാണ് എന്ത് അയാളെ പറ്റിയിട്ട് ഗീബത്ത് പറയുക എന്ന് പറഞ്ഞത് അല്ലേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ 2 സ്ത്രീകളെ കൊണ്ടുവരപ്പെട്ട ചരിത്രം നമുക്കറിയാം. ഛർദ്ദിക്കാൻ പറഞ്ഞത്, അവർ ഇറച്ചി കഷ്ണങ്ങൾ ഛർദ്ദിച്ചതും. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇവർ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞിരിക്കുകയായിരുന്നു എന്നുള്ളത്. അപ്പോൾ വലിയ തെറ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പോലും അറിയാതെ ഇന്ന് നമ്മൾ പലരെയും കുറ്റം പറയുകയാണ്. കടത്തിണ്ണകളിലും പീടികകളിലും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൻ്റെ വരാന്തകളിലും മറ്റും നമ്മുടെ ജോലി സ്ഥലങ്ങളിലും അതുപോലെ തന്നെ പള്ളികളിലും കോളേജുകളിലും ഒക്കെ ഇരുന്നു കൊണ്ട് പല ആളുകളെയും നമ്മെപ്പോലത്തെ മനുഷ്യന്മാരുടെ പച്ചിറച്ചി നമ്മൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ തെറ്റാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് പിന്നെ വരാം. പറഞ്ഞു വരുന്നത്, ഓരോരോ തെറ്റുകൾ ചെയ്ത് കൽബ് കറുത്തിരിക്കുകയാണ് അല്ലേ? ഈ കൽബിനെ കഴുകി ശുദ്ധിയാക്കാതെ എന്ത് റമളാൻ? എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് റമളാൻ ഇറങ്ങാത്തത്? എന്തുകൊണ്ടാണ് ഇറങ്ങാത്തത്? ഈ കൽബ് കറുത്തിരിക്കുകയാണ്. ഈ ഹൃദയം കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കുകയാണ്. നമ്മൾ കഴുകിയിട്ടില്ല, അതിനെ വൃത്തിയാക്കിയിട്ടില്ല, ശുദ്ധിയാക്കിയിട്ടില്ല. ആ ഹൃദയത്തെ തൊടുന്നില്ല റമളാൻ. നമ്മൾ പരിശുദ്ധ റമളാൻ വരുന്ന സമയത്ത് റമളാനെ സ്വീകരിക്കും അല്ലേ? റമളാനെ നമ്മളിലേക്ക് ഉള്ളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നില്ല റമളാൻ. കയറാതെ തന്നെ റമളാൻ കഴിയുന്ന സമയത്ത് നമ്മൾ സലാം പറഞ്ഞ് വിടുകയും ചെയ്യും. അതുകൊണ്ടാണ് റമളാൻ നമ്മിൽ ഫലം വരുത്താത്തത്, റമളാൻ നമ്മിൽ എഫക്റ്റ് ചെയ്യാത്തത്. കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരൊറ്റ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്യുവറായിട്ടുള്ളൊരു മനസ്സ്, ഒരു ഹൃദയം തന്നിട്ടുണ്ട്. ആ ഹൃദയത്തിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കറുത്ത പാടുകൾ, കറുത്ത പുള്ളികൾ, അത് മാറ്റിക്കളഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് റമളാനെ ഹൃദയം കൊണ്ട് വരവേൽക്കാൻ കഴിയും. അതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഇപ്പോഴും നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടില്ല. ഇന്നത്തെ വീഡിയോയുടെയും അവസാനമാവാറായി. ഇൻഷാ അല്ലാഹ് എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി വെക്കാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ഹദീസ് ഞാൻ നേരത്തെ പറഞ്ഞു. എന്തായിരുന്നു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? അതെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധിയാക്കണം, നിയ്യത്ത് നന്നാക്കണം. അപ്പം ഇത് എപ്പോൾ പറഞ്ഞതാണെന്നറിയോ? റമളാൻ അല്ല, ഷഅബാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഹൃദയം വൃത്തിയാക്കണം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലേ റമളാൻ ആകുമ്പോഴേക്ക് നമ്മുടെ ആ ഹൃദയത്തെ, ആ പ്യുവറായിട്ടുള്ള എല്ലാ കറുത്ത പുള്ളികളെയും പാടുകളെയും കഴുകി വൃത്തിയാക്കിയ ആ ഹൃദയം കൊണ്ട് റമളാനിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. കണ്ടോ, 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യമാണത്. അതിനെന്തൊക്കെയാണ് വേണ്ടത് അല്ലേ? മനസ്സിനെ കഴുകി ശുദ്ധിയാക്കാൻ കുറച്ച് ടൂൾസുകളുണ്ട്. അതും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നാണ്. ഇത് ഇന്ന് ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുകയാണ്, എങ്ങനെ മനസ്സിനെ കഴുകി ശുദ്ധിയാക്കണം. ഇന്ന് നിങ്ങൾ നോക്കൂ, ഏത് ലോകത്ത് ചെന്നാലും, എത്ര വലിയ ക്യാഷ് കൊടുത്ത് നിങ്ങൾ പഠിക്കാൻ ചെന്നാലും, മനസ്സിനെക്കുറിച്ച്, ഹൃദയത്തെക്കുറിച്ച്, മാനസികമായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് പഠിക്കാൻ ചെന്നാലും, എത്ര വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫീസ് കൊടുത്ത് പോയാലും അവിടെയൊക്കെ പഠിപ്പിക്കാനുണ്ടാവുക ഇന്ന് നമ്മൾ, അല്ലെങ്കിൽ ഇനിയുള്ള വീഡിയോകളിലൂടെ നമ്മൾ പറയാൻ പോകുന്ന 3 ടൂൾസുകളെ കുറിച്ചിട്ടായിരിക്കും. ഈ 3 ടൂൾസുകളെ കൊണ്ടാണ് നമ്മൾ ഹൃദയം വൃത്തിയാക്കേണ്ടത്, ഹൃദയം കഴുകി ശുദ്ധിയാക്കേണ്ടത്. ഈ 3 കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഹൃദയത്തെ കഴുകി വൃത്തിയാക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഒന്നാമത്തെ കാര്യം മുതൽ നാളെ നമ്മൾ അതിൻ്റെ വിശദീകരണങ്ങൾ പറഞ്ഞു തുടങ്ങും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.